ഗ്യാസ് എത്ര അടിച്ചാലും 10ന് മേലോട്ട് കയറുന്നില്ല. അങ്ങനെ പൈപ്പ് ഊരി വിടുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓയിലൊക്കെ നല്ല ശക്തിക്ക് ഓയിൽ തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 2 ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും നമ്മളത് ഫ്ലഷ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ കംപ്രസറിലോട്ട് ഇറങ്ങിയേക്കുന്ന സെക്ഷൻ ലൈനിൻ്റെ പൈപ്പ് നമ്മൾ ഇളക്കി വിടണം. ഹലോ എല്ലാ ചന്ദ്രർക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ സ്പ്ലിറ്റ് AC സോക്കിംഗ് ആയി, അതായത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലഷ് ചെയ്ത് എങ്ങനെ റെഡിയാക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൺ ആളാക്കിയിടാനും മറക്കുക. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരുന്നത് ലൈക്ക് ചെയ്യുന്ന മറന്നു, ലൈക്ക് ചെയ്യാൻ നിങ്ങൾ കൂടെ കാണുക. അതിനൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ ചില സ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ നമ്മൾ ഗ്യാസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസിന് 30 കാണുള്ളൂ. ബ്ലോക്ക് അതായത് ലീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ലീക്ക് കാണാൻ കിട്ടത്തില്ല. എന്നാൽ നമ്മൾ ഗ്യാസ് കുറച്ച് അടിച്ച് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഗ്യാസ് അടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അത് മേലോട്ട് പോകത്തില്ല, 40 പോകത്തില്ല, അല്ലെങ്കിൽ 50, 60 പോകില്ല. അത് കുറഞ്ഞു വരും. അതൊക്കെ ചിലപ്പോൾ 20 വരും. പിന്നെ ഗ്യാസ് അടിച്ചാൽ 10 വരും. അങ്ങനെ ഗ്യാസ് താഴോട്ടേ കാണിക്കുള്ളൂ. നമ്മൾ ആ ചാർജിംഗ് ബാലൊക്കെ നോക്കുന്ന സമയത്ത് അതൊരു ഓയിലൊക്കെ വരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സോക്കിങ്, അതായത് ബ്ലോക്കാണ് അതിൻ്റെ കാരണം. അങ്ങനെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഇങ്ങനെ മാറണം. അത് ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഫിൽറ്റർ മാറി എങ്ങനെയാണ് നമുക്ക് ആ ഫിൽറ്റർ മാറി പുതിയ ഫിൽറ്റർ വെച്ച് എങ്ങനെയാണ് വീണ്ടും പഴയ കണക്ക് അടിപൊളിയായി AC റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ചെയ്യുന്നത്. ഈ പണിയൊക്കെ പഠിച്ചുകൊണ്ട് കുറേ പയ്യന്മാരുണ്ട്. അവർക്കൊക്കെ നിങ്ങളൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അപ്പം ഇത് കാണുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇങ്ങനെ സോക്കിങ് ചെയ്ത ബ്ലോക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്ത് ശരിയാക്കാന്നുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ നീട്ടുന്നില്ല വീഡിയോയിലേക്ക്. ഇതൊരു സ്പ്ലിറ്റ് AC ആണ്. എൻ്റെ കൂടെ ഉള്ള മറ്റേ ടെക്നീഷ്യൻ പോയി ചെക്ക് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഗ്യാസ് എത്ര അടിച്ചാലും 10ന് മേലോട്ട് കയറുന്നില്ല. അങ്ങനെ പൈപ്പ് ഊരി വിടുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓയിലൊക്കെ നല്ല ശക്തിക്ക് ഓയിൽ തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അതിനൊക്കെ തണുക്കുന്നില്ല, കംപ്രസർ ട്രിപ്പായി നിന്ന് പോകുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടീമായിട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഇത് സോക്കിംഗ് ആണ്, ഇതിൻ്റെ അകത്ത് ബ്ലോക്കാണ്. അപ്പോൾ അത് ബ്ലോക്ക് മാറ്റാനായിട്ട് നമ്മളിത് ഫ്ലഷ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഫ്ലഷ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ചാർജിംഗ് വാൽവ് ഊരി വിട്ടതിന് ശേഷം ആദ്യം ഇൻഡോർ യൂണിറ്റാണ് നമ്മൾ ഫ്ലഷ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡിസ്ചാർജ് ലൈൻ നമ്മൾ ഊരിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെക്ഷൻ ലൈൻ നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാം കീട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നൈട്രജൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും. നൈട്രജൻ ഓപ്പൺ ആക്കിയ ശേഷം ഇപ്പോൾ നൈട്രജൻ അടിച്ച് ഇപ്പോൾ ഫ്ലഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നൈട്രജൻ ഇപ്പം അടിച്ച് കയറ്റാൻ പോവുകയാണ്. നമ്മൾ ഇപ്പം ഡിസ്ചാർജ് ലൈനിൻ്റെ പൈപ്പ് നമ്മൾ ഊരിയിട്ടിട്ടുണ്ട്. സെക്ഷൻ ലൈനിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നൈട്രജൻ അടിച്ച് കയറ്റുന്നത്. നിങ്ങളിപ്പോൾ അടിച്ച് കയറ്റി നമ്മളിപ്പോൾ നിങ്ങളുടെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് നൈട്രജൻ അകത്ത് പോയി നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് ഫുള്ളായതിനു ശേഷമാണ് നമ്മൾ കൈ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന് ഓയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ഇൻഡോർ യൂണിറ്റിൽ ബ്ലോക്ക് ഇല്ല, ഔട്ട്ഡോർ യൂണിറ്റിലാണ് ഇപ്പോൾ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് ബ്ലോക്ക് അറിഞ്ഞിടാത്തതുകൊണ്ട് നമ്മൾ 2 ലൈനും നമ്മൾ ഫ്ലഷ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് ഫ്ലഷ് ചെയ്ത് റെഡിയാക്കി, പക്ഷേ ഇൻഡോർ യൂണിറ്റാണ് ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശരിയാക്കുന്ന സമയത്ത് വീണ്ടും ഈ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും നമ്മളത് ഫ്ലഷ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇൻഡോർ യൂണിറ്റ് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് ഇത് കണക്ക് ഫ്ലഷ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ സെക്ഷൻ ലൈനും ഡിസ്ചാർജ് ചെയ്യാൻ, അതായത് അതിനായിട്ട് നമ്മൾ സെക്ഷൻ ലൈനിൻ്റെ ലൈൻ ഓപ്പൺ ആക്കും, ഡിസ്ചാർജ് ലൈനിൻ്റെ ലൈൻ നമ്മൾ ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സെക്ഷൻ ലൈനിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലോട്ട് അതായത് നമുക്ക് നൈട്രജൻ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കംപ്രസറിലോട്ട് ഇറങ്ങിയേക്കുന്ന സെക്ഷൻ ലൈനിൻ്റെ പൈപ്പ് നമ്മൾ ഇളക്കി വിടണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്രസറിലോട്ട് നൈട്രജൻ പോകും. അപ്പോൾ പോയാൽ നമുക്ക് ഓയിൽ തിരിച്ചു വരാത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കംപ്രസർ ഇപ്പോൾ അത് കംപ്ലയിൻറ്റ് വരും. അതിനായിട്ട് നമ്മൾ അതിൻ്റെ AC കവർ ഇപ്പോൾ ഇളക്കിയിട്ടുണ്ട്. ഈ കാരണം സെക്ഷൻ ലൈനിൻ്റെ പൈപ്പ് നമുക്കിവിടെ കംപ്രസറിന് ഇളക്കിയെടുക്കണം. അത് കണക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററും കംപ്ലയിൻ്റ് ആണ്. ആ ഫിൽറ്റർ നമുക്ക് മാറണം. നിങ്ങൾ ഇവിടെ കാണാതെ ഈ ബാക്കിലത്തെ കവറും കൂടെ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ കവറും കൂടെ ഇളക്കി അതിൻ്റെ ഫിൽറ്ററും കൂടെ ഇളക്കി മാറ്റാം. എന്നിട്ട് അത് നമുക്ക് ഡയറക്റ്റ് ഒരു പൈപ്പ് വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഇരിപ്പുണ്ട്. ഈ ഫിൽറ്റർ നമ്മൾ ഇളക്കിയെടുക്കണം. ഈ പൈപ്പിൻ്റെ അകത്തൊക്കെ ചെറിയ പൈപ്പാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഓയിലൊന്നും ബ്ലോക്ക് ആയിട്ടുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്കത് ഫ്ലഷ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് ഇത് എവിടെയാണ് ബ്ലോക്ക് എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാക്കിലത്തെ കവർ ഊരിയെടുക്കാം. കവർ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കാം. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. ആ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറോ സ്റ്റാറിൻ്റെ ഡ്രില്ലോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇളക്കിയെടുത്താൽ മതി. പക്ഷേ ഇതിൽ ഉള്ള സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. നോർമൽ സ്റ്റാറാണ് പറഞ്ഞാൽ ഇത് ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റിട്ട് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലാറ്റിൻ്റെ സ്ക്രൂ ആണ്, അതെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻഡ് കണക്കിരിക്കുന്ന ക്യാപ്റ്ററി പൈപ്പൊക്കെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഓയിൽ എവിടെ ഒന്നും വേണമെങ്കിലും ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്താൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫിൽറ്റർ ഇളക്കിയിട്ട് പുതിയ ഫിൽറ്ററും ഇളക്കിയെടുത്തിട്ട് പുതിയ ഫിൽറ്ററും ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനായിട്ട് നിങ്ങളിവിടെ കാണാം ഒരുപാട് ബെൻഡുണ്ട്. ഈ ബെൻഡിലൊക്കെ എവിടെ വേണമെങ്കിലും ബ്ലോക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇനിയിപ്പം
ആ പൈപ്പ് ഇളക്കിയെടുക്കാം. അതിനൊക്കെ തന്നെ ഈ സെക്ഷൻ ലൈനിൻ്റെ പൈപ്പ് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഉപയോഗിച്ച് ഇപ്പോൾ പൈപ്പൊക്കെ ഇളക്കിയിട്ടുണ്ട്, ഫിൽറ്റർ ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം ഫിൽറ്റർ ഇവിടെ ഇളക്കി ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ പുതിയ ഫിൽറ്ററാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം ഡിസ്ചാർജ് ചാനലിലെ പൈപ്പിൽ കൂടെ നമ്മൾ നല്ല രീതിയിൽ കൈ പൊത്തി വെച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് നൈട്രജൻ അടിച്ച് കയറ്റുന്നത്. നിങ്ങൾ ഇവിടെ കാണാം. എന്നാലേ ഇത് കറക്റ്റ് പ്രഷർ കൂടിയിട്ട് അതിൻ്റെ കിടക്കുന്ന ഓയിൽ മൊത്തം വെളിയിലോട്ട് തെറിച്ച് വരുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും. ഞാൻ ഇവിടെ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എയർ ബ്ലോക്ക് ചെയ്ത്, അതായത് പ്രഷർ കൂടിയിട്ട് നമ്മൾ കൈ വിടുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാ ഓയിലും അതിൻ്റെ കൂടെ തെറിച്ച് അകത്തുനിന്ന് ഫ്രഷ് ചെയ്ത് ഇങ്ങനെ വെളിയിലോട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്കാണ് ഫ്രഷ് ചെയ്യണം. നിങ്ങൾ ഇവിടെ കാണാം. ഇപ്പോൾ ഓയിൽ കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിക്ക് ഇപ്പോൾ അത് പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ കയ്യിലൊക്കെ അത് ഓയിലായി തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ കാണാം. ഈ കയ്യിലൊക്കെ ഇപ്പോൾ ഓയിലായിട്ടുണ്ട്. ഇപ്പോൾ തറയിൽ ഇവിടെ ഓയിൽ വീണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണക്ക് എൻ്റെ അകത്ത് ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്, ഇത് സോക്കിംഗ് ആണ്. അപ്പം നല്ല രീതിക്ക് നിങ്ങൾ ഫ്ലഷ് ചെയ്ത് തന്നെ ഇതിനൊക്കെ പ്രസ് ചെയ്ത് തന്നെ നല്ല രീതിക്ക് ഫ്ലഷ് ചെയ്ത് മൊത്തം ഓയിലും വെളി വരണം. എന്നാൽ മാത്രമേ നമുക്കത് ക്ലിയറാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രശ്നമൊന്നും ഇല്ലാതെ കംപ്രസർ വർക്കാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കംപ്രസറും കംപ്ലൈൻറ്റ് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നല്ല അതിൽ നിന്ന് ഓയിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓയിൽ എത്ര കട്ടിയാണ് അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് കാണാം ആദ്യം ചെയ്തപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഇവിടെ ഓയിൽ വരുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിക്ക് നിങ്ങൾ ഫ്ലഷ് ചെയ്ത് ഇത് മൊത്തം ഓയിലും പുറത്ത് കളയണം. ഇപ്പം നിങ്ങൾ ഇവിടെ കാണാം ഓയിലെല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷം നമ്മളുടെ വാക്കത്തിൽ ഇടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു അരമണിക്കൂറാണ് വാക്കത്ത് ഇടാൻ പോകുന്നത്. ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വാക്കത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫിൽറ്റർ ഇപ്പം ഉള്ളിൽ വെച്ചിട്ടില്ല. ഫിൽറ്റർ അകത്ത് ഡയറക്റ്റ് പൈപ്പ് വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫിൽറ്റർ നമ്മളിപ്പം വെളിയിലുള്ള ഡിസ്ചാർജ് ലൈനിലാണ് നമ്മൾ ഫിൽറ്റർ ഇപ്പോൾ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം വാക്കം രണ്ടും ഫുൾ നല്ല രീതിക്ക് വാക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചാർജിങ് വാൽവൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും വാക്കം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വാക്കം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഗ്യാസ് നിറയ്ക്കുകയാണ്. നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ വേണ്ടത് 55-60 ഗ്യാസാണ് നമുക്കിതിൽ കറക്റ്റ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ AC ഓണാക്കും. അപ്പം ഇനിയിപ്പോൾ AC നമുക്ക് ഗ്യാസ് കറക്റ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ സൗണ്ട് ഉണ്ട്, കംപ്രസറിലോട്ട് ഗ്യാസ് പോകുന്ന സൗണ്ട്. ആ സൗണ്ട് മൊത്തം നിന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ AC ഓണാക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ AC നമ്മളിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇതെങ്കിലും ഇവിടെ കാണാം. പൈപ്പൊക്കെ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് പൈപ്പൊക്കെ നല്ല ചില്ല് കണക്ക് പൈപ്പ് തണുത്ത് നല്ല വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പൈപ്പൊക്കെ തണുത്ത് നല്ല വെള്ളം വരുന്നുണ്ട്. അതിപ്പോൾ ബ്ലോക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഗ്യാസ് നമുക്ക് 55-60 ഇടയ്ക്ക് നമ്മൾ ഗ്യാസ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫിൽറ്ററൊക്കെ നമ്മൾ വെളിയിൽ വെച്ചാണ് ഫിറ്റ് ചെയ്തേക്കണം. ഇനി ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഇളക്കി മാറ്റണം. ഇത് കവറൊന്നും ഊരാതെ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൽ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണുക. നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്കും ഒക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പണിയൊക്കെ പഠിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണാൻ അവർക്ക് അത്രയും നല്ല ഒരു ഉപകാരമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മളെ AC അടിപൊളിയായിട്ട് ഇപ്പോൾ വർക്കാവുന്നുണ്ട്.